NAOS-മായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. അതിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ് NAOS-മായി നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് എന്താണ് ബന്ധം? NAOS എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഓട്ടോണോമസ് സ്ഥാപനമാണ്. CBSE-യിൽ നിന്നും കേരള +2 നിന്നും വ്യത്യസ്തമായി NAOS-ൽ ചേരുന്ന ഒരു കുട്ടി NAOS-ന്റെ ഒരു സ്ഥാപനത്തിലും പോയി പഠിക്കുന്ന ഒരു സിസ്റ്റം NAOS-ലില്ല. NAOS അവരുടെ വെബ്സൈറ്റ് വഴി കുട്ടികൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. NAOS അവർക്ക് നിയറസ്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യും. കേന്ദ്രീയ വിദ്യാലയങ്ങൾ പോലെയുള്ള സ്റ്റഡി സെന്റർ. അവിടെ ഏതൊക്കെയാണ് സ്റ്റഡി സെന്റർ എന്ന് NAOS-ന്റെ സൈറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതല്ലാത്ത ഒരു സ്ഥാപനവുമായിട്ടും NAOS-ന് യാതൊരു വിധത്തിലുള്ള ഒരു ടൈമും. പിന്നെ NAOS-ൽ ചേരുന്ന കുട്ടികൾ പലപ്പോഴും അവര് സ്വയം പഠിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ സബ്ജക്ട് അതിനൊരു ട്യൂഷൻ എന്നോണം മറ്റു സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് പ്രൈവറ്റ് സ്ഥാപനം, അതേപോലുള്ള ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് SMMK. നമ്മൾ NAOS-ൽ ചേർന്ന കുട്ടികൾക്ക് അവരുടെ സബ്ജക്റ്റ് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരുപാട് സെന്ററുകൾ നിങ്ങൾക്ക് പലതും സ്ഥലത്തും കാണാൻ പറ്റും. അതിൽ ഓതറൈസ്ഡ് സെന്റർ, അൺഓതറൈസ്ഡ് സെന്റർ എന്നൊന്നുമില്ല. എല്ലാം പ്രൈവറ്റ് ട്യൂഷൻ സെന്റർ. അവരുടെ ഫീസ് അവർ നിശ്ചയിക്കുന്നതാണ്, അവരുടെ ക്ലാസ് അവർ നിശ്ചയിക്കുന്നതാണ്. അതല്ലാതെ NAOS-ന്റെ ഒരു മാർഗരേഖയിലും നടക്കുന്ന സ്ഥാപനങ്ങളല്ല. ഓക്കെ, അപ്പോ പലപ്പോഴും കുട്ടികൾക്ക് മിസ്ലീഡ് ചെയ്തു പോകുന്നത് ഞങ്ങളാണ് NAOS-ന്റെ ഓതറൈസ്ഡ് സെന്റർ എന്നുള്ള പരസ്യങ്ങളിൽ പെട്ടുപോകുന്നതാണ്. നിങ്ങൾ ഒരു സെന്റർ, നിങ്ങൾ NAOS രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം പഠിച്ച് സ്വയം പരീക്ഷ എഴുതാം. ഒരു സെന്ററിന്റെയും ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് സബ്ജക്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ NAOS-മായി ബന്ധപ്പെട്ട സബ്ജക്ട് പഠിക്കാനുള്ള സെന്ററിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് തരുന്ന സെന്റർ ആണോ? രണ്ടാമത് നോക്കേണ്ടത് അവർ വാങ്ങുന്ന ഫീസ് അഫോർഡബിൾ ഫീസ് ആണോ? ഇത് രണ്ടുമാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റിലും നല്ല രീതിയിലുള്ള ക്ലാസ് തരുന്ന ഏത് സെന്ററും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഓതറൈസ്ഡ്, അൺഓതറൈസ്ഡ് അങ്ങനെ ഒന്നും. പിന്നെ NAOS-ന്റെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് PCP ക്ലാസ്സുകൾ കിട്ടും. അത് നിങ്ങൾ പരീക്ഷയാവുന്ന സമയത്ത് ഒരു 4-5 ക്ലാസ്സുകൾ അവരുടെ സ്റ്റഡി സെന്റർ തരും. പറഞ്ഞല്ലോ, ആ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് NAOS-ന്റെ വെബ്സൈറ്റിൽ കൊടുത്ത പേരുകൾ മാത്രം, അല്ലാത്ത ഒരു സെന്ററുമായിട്ടും NAOS-ന് യാതൊരു ടൈം. ഓക്കെ, പലരുടെയും ചതിക്കുഴിയിൽ ആരും പെടാതിരിക്കുക. നിങ്ങൾക്ക് NAOS-മായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.